ഹലോ ഗുയ്സ്, പുറത്ത് നല്ല മഴ, അടിപൊളി തണുപ്പ്. നമുക്കാണ് ഇഷ്ടം പോലെ ചക്കപ്പഴം ഉണ്ട്. എന്നാൽ പിന്നെ ചക്കപ്പഴം വിളയിച്ചതുണ്ടാക്കിയാലോ? കുറച്ച് നെയ്യ് ഒഴിച്ചു, ചക്കപ്പഴം ആവിയിൽ വേവിച്ച് മിക്സിയിൽ അടിച്ചെടുത്തു. ഇത് കോഴിച്ചക്കപ്പഴത്തിൻ്റെ പൾപ്പാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നത്. വരിക്കച്ചക്കയാണെങ്കിൽ ഇങ്ങനെ വെള്ളം പോലൊന്നും ഇരിക്കില്ല കേട്ടോ. നമ്മൾ ആവശ്യത്തിന് ചക്കപ്പഴം എടുത്തു, പാത്രത്തിലിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇത് കണ്ടോ, ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഇളക്കി കൈതോരാതെ ഇളക്കി കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരും കേട്ടോ. ഇത് കണ്ടോ, ഇത് കോഴിച്ചക്ക ആയതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം പോലിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതിങ്ങനെ ഹൽവയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രൂപത്തിൽ വേണം ഇളക്കി എടുക്കാനേ. ഇച്ചിരി മെനക്കെട്ട പണിയാണ്. പിന്നെ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. നമ്മുടെ കയ്യിൽ കുറച്ച് ശർക്കരപ്പാനി ഓൾറെഡി ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു, അതാദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതെ, ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു. ചക്കപ്പഴത്തിന് ഓൾറെഡി നല്ല മധുരമുണ്ട്, പക്ഷേ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് അതിൻ്റെയും കൂടെ ടേസ്റ്റ് വന്നാലേ ഇത് നല്ല അടിപൊളിയായിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ശർക്കരപ്പാനി ആദ്യം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതേ വീണ്ടും വറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോഴേ മമ്മി ഇതുപോലെ ചക്ക വിളയിച്ചത് ഉണ്ടാക്കി തരുമായിരുന്നേ. നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇതുപോലെ ആയിരുന്നു ഉണ്ടാക്കിയതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്താണെങ്കിലും അതിൻ്റെ രുചിയൊക്കെ ഇന്നും നാവിൻ്റെ തുമ്പിലുണ്ട്. ഇതിങ്ങനെ ആയി വരുന്നുണ്ട്. ഇത് കണ്ടോ, ഞാനൊരു കുഞ്ഞ് ഹാർട്ട് ഉണ്ടാക്കാൻ നോക്കിയതാണ്. മനസ്സിലായി കാണുമല്ലോ അല്ലേ? എനിവേ ഐ ലവ് യു. അങ്ങനെ നമ്മളിത് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഏകദേശം അച്ചറം പുച്ചറം സൈഡിലൊക്കെ തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോണ്ടല്ലോ ഗ്യാസിൻ്റെയൊക്കെ മെനക്കേടാവും. പിന്നെ തുടച്ചെടുക്കലാണ് പണി. നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ടേ. അങ്ങനെ വീണ്ടും കുറച്ച് ശർക്കരയും കൂടി ഉരുക്കി അരിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കുറുക രൂപത്തിൽ ഒഴിക്കുവാണ് ഇതിലേക്ക്. നമുക്ക് കുറച്ചുകൂടെ വേണമായിരുന്നല്ലോ, അപ്പോൾ ആ ആവശ്യത്തിനുള്ളതും കൂടെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനെ വീണ്ടും ഇളക്കി വറ്റിക്കണം. കളറൊക്കെ മാറിയപ്പം നല്ല സ്റ്റൈലില്ലേ കാണാൻ. ഇനി ഇതിലേക്ക് ഏലക്കായും ജീരകം കൂടി പൊടിച്ച് ചേർക്കണം. ഇത് കുറച്ചേ ഉള്ളതുകൊണ്ട് മിക്സഡ് ജാറിൽ പൊടിഞ്ഞ് കിട്ടാൻ പാടാണേ. അതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടിയിട്ടാണ് പൊടിക്കുന്നത്. അങ്ങനെ നമ്മളതും കൂടെ പൊടിച്ചതിലേക്ക് ചേർക്കുന്നുണ്ട്. ഏലക്കയുടെ രുചിയൊക്കെ എപ്പോഴും മുന്നിൽ നിൽക്കണേ, അപ്പോഴേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കട്ട പിടിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ഇളക്കിൻ്റെ മെടുക്ക് പോലെ ഇരിക്കും കേട്ടോ. കട്ടയൊന്നും പിടിക്കാതെ ഇങ്ങനെ ഉടച്ചൊടച്ച് ഇളക്കിയെടുക്കണം. വരിക്കച്ചക്കയാണെങ്കിൽ ഇങ്ങനത്തെ യാതൊരു മെനക്കേടുമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ വെള്ളം പോലൊന്നും ഇരിക്കുകയില്ല. ഇത് ഞാൻ കുഴപ്പഴം അങ്ങനെ തന്നെ എടുത്ത് അതിൻ്റെ പൾപ്പ് മാത്രം എടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കണം. തേങ്ങ ചിരണ്ടിയതേ ഞാൻ അങ്ങനെ തന്നെ ഇടുവാണേ. ചിരണ്ടിയത് അങ്ങനെ തന്നെയാണ് ഇടുന്നത്. ഇനി നമുക്ക് ഈ തേങ്ങ ചിരണ്ടിയതും കൂടി കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ തേങ്ങ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം മൂടി വെച്ചാൽ മതി. അപ്പോൾ ഈ തേങ്ങായി നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. ഇത് കണ്ടോ, തേങ്ങായും ഇച്ചിരി മുന്നിൽ നിൽക്കണേ. കുറച്ചധികം തേങ്ങ എടുത്തു. ഇത് 1.5 മുറി തേങ്ങ ഉണ്ടായിരുന്നേ. അങ്ങനെ കണ്ടോ, നമ്മുടെ ഏകദേശം വെള്ളമൊക്കെ വറ്റി കുറുകി വരുന്നുണ്ട്. ഇനി ഇത് കുറച്ച് നേരം മൂടി വയ്ക്കാം, തേങ്ങ ഒക്കെ വേകാൻ വേണ്ടി. അങ്ങനെ നമ്മൾ കുറച്ച് നേരം മൂടി വെച്ചു. ഇനി തുറന്ന് നോക്കാം കേട്ടോ. തേങ്ങ ഒക്കെ വെന്ത് ഇതേ നന്നായിട്ട് കുറുകി നല്ല സെറ്റായിട്ടുണ്ട്. ഇത് കണ്ടോ, ഏലക്കായുടെയും ജീരകത്തിൻ്റെയും ഒക്കെ ഒരു മണം തന്നെ വരുന്നുണ്ട്. ഇത് കണ്ടോ, അടിപൊളിയായിട്ട് നമ്മൾ ചക്കപ്പഴം വിളയിച്ചത് റെഡിയാക്കിയിരിക്കുകയാണ്. ഇനിയും ഇത് കഴിച്ച് നോക്കണം. നമ്മൾ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. എന്താണെങ്കിലും ഒരു രക്ഷയില്ലായിരുന്നു. നല്ല അടിപൊളി, മധുരപ്രേമികൾക്ക് ഇഷ്ടപ്പെടും. ഏലക്കയുടെയും ജീരകത്തിൻ്റെയൊക്കെ മണമുണ്ടല്ലോ, ഒരു രക്ഷയില്ല. എന്താണെങ്കിലും ഒരു തവണയിലും നിങ്ങളും ചക്കപ്പഴം വിളയിച്ചത് ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു വെറൈറ്റി അല്ലേ. കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വർഷം ചക്കപ്പഴം സീസൺ കഴിയുന്നതിന് മുമ്പേ ഒരു തവണ ട്രൈ ചെയ്തു. അപ്പം ഞാൻ കഴിക്കട്ടെ. ടാറ്റാ.